ഇല്ല മോനെ, ഇത് ഉടനെ ചോദിച്ചറിയണം. വണ്ടി എടുക്ക. വേണ്ട വേണ്ട, ഞാൻ രായപ്പനായിട്ടില്ല, മൈക്കിളിന്റെ അച്ഛനായിട്ട്. മോനെ ഇത് വണ്ടി എടുക്കടാ. നിങ്ങളിപ്പോൾ ഈ കണ്ടത് ബിഗിൽ എന്ന് പറയുന്ന സിനിമയിലെ ഒരു സീനാണ്. ഒരച്ഛനും മകനും. ആ മകന് വേണ്ടി അച്ഛൻ സ്പോർട്സ് കോട്ടയിൽ മകൻ്റെ പേര് ലിസ്റ്റിൽ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രോഗ്രാം കോർഡിനേറ്ററിൻ്റെ അടുത്ത് ചെന്നിട്ട് മകൻ്റെ പേര് ലിസ്റ്റിലില്ല, എൻ്റെ മകനെ കളിക്കാൻ കൊണ്ടുപോകണം, ഫുട്ബോൾ കളിയാണ്, ഫുട്ബോൾ കളിക്ക് മകനെ കൊണ്ടുപോകണം എന്ന് പറയുന്ന ഒരു സീനുണ്ട്, ഒരു അച്ഛൻ്റെ വിലാപം. അതാ അവിടെ ചെന്നിട്ട് ആ പ്രോഗ്രാം കോർഡിനേറ്ററിനോട് പറയുന്ന ഒരു സീന്, അത് ഭയങ്കര നമുക്ക് വളരെ ഫീൽ ചെയ്യുന്ന ഒരു സീനായിരുന്നു. നമസ്കാരം. നമസ്കാരം. വരൂ വരൂ, ഇരിക്കൂ. രായപ്പൻ മൈക്കിളിന്റെ ഫാദറാ. അറിയാം, പറയൂ. ഒന്നുമല്ല, സെലക്ഷൻ ലിസ്റ്റില് മോന്റെ പേരില്ല. അതെ, ഇല്ല. ഞാനിത് ഡബ് ചെയ്യുമ്പോൾ ഒരുപാട് കരഞ്ഞാണ് ഞാൻ ഡബ് ചെയ്തത്. ഞാൻ ശരിക്കും എൻ്റെ മനസ്സിൽ ആ ഒരു വികാരം എനിക്ക് വിജയ് സാറ് ചെയ്തേക്കുന്നത് പോലെ തന്നെ എനിക്ക് ആ ഒരു നമുക്ക് എന്താ പറയുക, അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും, ഈ ഡബിങ് പോലെ ഈ അഭിനയിക്കുന്ന സമയത്തും ഇതുപോലുള്ള സീൻസ് വരുമ്പം അവർക്കൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില സീനൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ലൈക്ക് ചെയ്യാനുള്ള കാരണം എന്താണ്, ആ ഒരു കഥാപാത്രത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മൾ സിനിമകൾ കണ്ടിട്ട് പറയാറില്ലേ, എന്തൊരു നാച്ചുറലാണ്, അല്ലെങ്കിൽ അതെങ്ങനെ ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് ആ കഥയിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോഴാണ് അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെയാണ് ഡബ്ബിങ് ചെയ്യുന്ന സമയത്തും നമ്മൾ ആ ഒരു സീൻ മാത്രമേ ഞാനിപ്പം വിജയിക്കാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ഹീറോയ്ക്ക് ചെയ്യുമ്പോൾ നമ്മൾ അയാളായിട്ട് നമ്മൾ മാറുകയാണ്. അപ്പം ഇദ്ദേഹം ശരിക്കും ഒരു വില്ലനാണ്. അപ്പം അദ്ദേഹത്തിനോട് മകന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സീനാണ് ഈ ബിഗിലെ ഈ ഒരു സീന്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അതിൻ്റെ ആ ഒരു ഫീല്. നല്ല കളിക്കാരനാ, അങ്ങേക്ക് അറിയാം. യെസ്, ആൻ എക്സ്ട്രോർഡിനറി പ്ലെയർ. ഞാൻ അവനോട് പറഞ്ഞതാ, അടുത്ത ക്യാപ്റ്റൻ നീ തന്നെയാണെന്ന്. പിന്നെന്തിനാ സാറേ? അല്ല, പിന്നെന്താ ലിസ്റ്റില് പേര്? സെലക്ഷൻ കമ്മിറ്റി ഞാൻ കണ്ട പോലെ അവനെ കണ്ടില്ല. എല്ലാം വളരെ കറക്റ്റായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ പോലീസ് റിപ്പോർട്ടിൽ ഒരു ചെറിയ പ്രശ്നം. സാറേ, അതും ഇതും തമ്മിൽ എന്ത് ബന്ധം സാറേ ഉള്ളത്? അവൻ്റെ പേരിൽ ഒരു കേസും ഇല്ലല്ലോ. അങ്ങനെയൊന്നും അവർ ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങളുടെ മകൻ നാഷണൽ ടീമിലാണെന്ന് വിചാരിക്കുക. ടീമിലുള്ള എല്ലാവരും ബസ്സിലാണ് പോകുന്നത്. നിങ്ങളോട് പ്രതികാരം ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആരോ നിങ്ങളുടെ മകനെ അറ്റാക്ക് ചെയ്താൽ ബാധിക്കപ്പെടാൻ പോകുന്നത് അവൻ മാത്രമല്ല. അവൻ എന്നെ പോലല്ല. എന്റെ ജോലിയായിട്ട് അവന് യാതൊരു ബന്ധവും ഇല്ല സാറേ. അവൻ അറിയാവുന്നത് അവന് ഫുട്ബോൾ മാത്രമേ ഉള്ളൂ. അവൻ കഴിവുള്ള ഒരു നല്ല പ്ലെയറാണ് സാറേ. കള്ളന്മാരുടെ എത്രയോ കുട്ടികൾ പോലീസായിട്ടുണ്ട്. കുടിയന്മാരുടെ കുട്ടികൾ എത്രയോ പേര് ഡോക്ടറായിട്ടുണ്ട്. ഒരു സാധാരണ ചെരുപ്പ് തുന്നി നടന്ന അയാളുടെ മകൻ പോലും അമേരിക്കയിൽ പ്രധാനമന്ത്രി ആയിട്ടില്ല സാറേ. അച്ഛന്മാരെ പോലെ ആണോന്നില്ല സാറേ പിള്ളേരെ. ഇത് ദയവായി വിശ്വസിക്കണം സാറേ.